Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊരു അഫോർഡബിൾ കാറ്റഗറിയിലെ സ്മാർട്ട് ഫോണാണ്. വെറും 6799 രൂപയ്ക്ക് കിട്ടാവുന്ന ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 6 HT ആണ്. അപ്പോൾ ഇൻഫിനിക്സിൻ്റെ ഏറ്റവും പുതിയ ബജറ്റ് ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ് ഇൻഫിനിക്സ് സ്മാർട്ട് HT. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ സ്പെക്ക് എന്തൊക്കെയാണ്, അതേപോലെ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു വേരിയൻറ്റിൽ വരുന്നുള്ളൂ 2GB റാം 32GB സ്റ്റോറേജ്. പക്ഷേ 2GB റാമിൽ ഒരു 2GB കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്, എക്സ്റ്റെൻഡബിൾ റാം ഫീച്ചർ വെച്ച്. അപ്പോൾ നമുക്ക് ഈ ഡിവൈസിന് അൺബോക്സിങ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ബാക്കി ക്യാമറ സാമ്പിൾസും ബാക്കി എല്ലാ ഫീച്ചേഴ്സും തന്നെ നമ്മൾ വിശദമായി പറയുന്നതാണ്. അപ്പോൾ അൺബോക്സിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നിങ്ങൾക്ക് എഴുതിയതാണ് ഇൻഫിനിക്സ് സ്മാർട്ട് 6 HT എഴുതിയണം. 6.6 ഇഞ്ചസ് HT പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉണ്ട്. 500 nits ഓഫ് ഹൈ ബ്രൈറ്റ്നസ്. ഈ പ്രൈസ് സെഗ്മെൻറ്റ് ഇത് ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു 500 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്. പിന്നെ ബാക്കിയുള്ള സ്പെക്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർ മാരത്തൺ ബാറ്ററിയാണ്, 5000 mAh ബാറ്ററിയാണ്, 2GB LPDDR4X റാമും 2GB വെർച്വൽ റാമാണ് വരുന്നത്. 8MP ഫ്രണ്ട് ക്യാമറ, റിയർ ക്യാമറ, 5 MP സെൽഫി ക്യാമറയാണ്, ഫേസ് അൺലോക്കും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ വില 6799 രൂപ. ഒരു വേരിയൻ്റേ ഉള്ളൂ, 232 വേർഷൻ. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സിങ് ചെയ്യാം. അൺബോക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യം കൂടെ പറയാം. അപ്പോൾ ഇത് കളറ് നമുക്ക് ഇട്ടിരിക്കുന്ന അക്വാ സ്കൈ എന്ന് പറഞ്ഞ കളറാണ്. അപ്പോൾ ഈ കളർ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊന്ന് തുറക്കട്ടെ. അപ്പോൾ ഇൻഫിനിക്സിൻ്റെ ഈ അടുത്ത് നമ്മൾ ഒരുപാട് സ്മാർട്ട് ഫോൺസ് അൺബോക്സ് ചെയ്തു. അപ്പോൾ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിലെ മറ്റൊരു സ്മാർട്ട് ഫോണാണിത്. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ ഇൻഫിനിക്സ് സ്മാർട്ട് 6 HT എഴുതിയതാണ്. ബാക്കി എല്ലാ സ്പെക്സും ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഡിവൈസിലേക്ക് വരാം. ആദ്യം നമ്മൾ ബോക്സിൽ എന്തൊക്കെയാണ് നോക്കാം. ഇതിനകത്ത് വരുന്നത് ഒരു 10 ആംപിയർ ചാർജറാണ്, 10 വാട്ട് ചാർജറാണ്. 5 വോൾട്ട് 2 ആംപിയർ, അതായത് 10 വാട്ട് ചാർജറാണ് വരുന്നത്. പിന്നെ മൈക്രോ USB ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അത് പ്രോബ്ലി എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ആയതുകൊണ്ടാണ്. എങ്കിലും അത് 2022 അക്സെപ്റ്റബിൾ ആണോ എന്നുള്ളത് എനിക്ക് ഡൗട്ട്ഫുൾ ആണ്. കാരണം ഇപ്പോൾ എല്ലാ ഡിവൈസും എന്താ പറയുക USB Type-C പോയി. അപ്പോൾ ഇതൊരു ചേഞ്ച് ചെയ്യേണ്ട ആസ്പെക്റ്റ് ആണ്. പ്രോബ്ലി 7000 രൂപയ്ക്ക് താഴെ ആയതുകൊണ്ടായിരിക്കും ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു സിം ഇജക്റ്റർ പിന്നെ കാണാം. പിന്നെ ഇൻഫിനിക്സിൻ്റെ യൂസർ മാനുവൽ, വാറൻറ്റി ഇൻഫർമേഷൻ. പിന്നെ നമുക്കൊരു കേസാണ് ഇട്ടിരിക്കുന്നത്. നല്ല ഒരു കേസാണ് ഇത്. ആക്ച്വലി ഒരു ഡിഫറെൻറ്റ് കേസാണ്, സാധാരണ നമ്മുടെ കേസല്ല, കുറച്ചൊരു സ്ട്രോങ് സ്റ്റഡി കേസാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇൻഫിനിക്സ് സ്മാർട്ട് 6 HT ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാനൽ കാണാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ബാക്ക് പാനൽ. നല്ല ഒരു ഫിനിഷാണ് കേട്ടോ. ആക്ച്വലി ഇതൊരു 7000 രൂപയുടെ അല്ലെങ്കിൽ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആണെന്ന് പറയത്തില്ല, അങ്ങനത്തെ ഒരു നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഫിനിഷാണ് ആക്ച്വലി. ഇവിടെ നമുക്കൊരു മാറ്റ് ഫിനിഷ്, ഇവിടെ ഒരു പാറ്റേണും കാണാം. നല്ല ഒരു ഇൻഹാൻഡ് ഫീലും ഉണ്ട് ആക്ച്വലി. നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് കാണാം. ഇവിടെ സിം ട്രേ കാണാം. ബോട്ടം സെക്ഷനിൽ 3.5mm ഓഡി ജാക്കും, അതേപോലെ മൈക്രോ USBയും സ്പീക്കർ യൂണിറ്റുമാണ്. സ്പീക്കർ DTS സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫിനിഷ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്കിൽ റിയർ ക്യാമറയുണ്ട്, 4 ക്യാമറേൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എങ്കിലും നമുക്കിവിടെ ഒരു പ്രൈമറി 8 MP ക്യാമറയും, ഇതെല്ലാം ഒരു ഡമ്മി യൂണിറ്റാണ്, അൾട്രാ ക്യാമറ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു LED ഫ്ലാഷാണ്. പക്ഷേ ഓവറോൾ ഡിസൈനും ഈ ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മെറ്റീരിയൽ ഫിനിഷാണ്. ഒരു വളരെ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ് നമുക്ക് തോന്നത്തേ ഇല്ല. പിന്നെ ഇത് പവർ ചെയ്തിരിക്കുന്നത് നമുക്ക് എന്താ പറയുക, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബൂട്ടപ്പ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ കിട്ടുന്നത് ഒരു 6.6 ഇഞ്ചസ് HT പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ 2-3 പ്രത്യേകതകളുണ്ട്. ഒന്ന് HT പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. രണ്ടാമത്തെ ഇതിനകത്ത് 99% sRGB കളർ ഗ്യാമറ്റ് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് വളരെ സർപ്രൈസിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കളർ ഗ്യാമത്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസസ് വളരെ കുറവാണ് വരാറ്. അപ്പോൾ ഇവിടെ നമുക്കത് സപ്പോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ. പിന്നെ അപ് ടു 500 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിവൈസിൻ്റെ കാര്യം പറയുന്നത്. നമുക്ക് സെറ്റിംഗ്സിലേക്ക് ഒന്ന് പോകാം. വളരെ എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഭയങ്കര ഒരു ഹൈ പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമുക്ക് മൈ ഫോൺ ഒന്ന് എടുത്ത് നോക്കാം. XOS ഡോൾഫിൻ വേർഷൻ 7.6 ആണ്. 2GB ഓഫ് റാമും 32GB സ്റ്റോറേജ്, 5 and 8 MP ക്യാമറയാണ്. ഹീലിയോ A22 ക്വാഡ് കോർ പ്രോസസ്സറാണ്. 5000 mAh ബാറ്ററി, HT പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇത് Android 11 Go എഡിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ ആസ്പെക്ട് പറയുക.
ഇനി ഇവിടെ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും തന്നെ കിട്ടുന്നുണ്ട്. ഗോ എഡിഷൻ ആണെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സ് കിട്ടില്ല. ഗെയിം ടർബോ, സോഷ്യൽ ടർബോ, ആക്ഷൻസ് ആൻഡ് ജസ്റ്റേഴ്സ്, വീഡിയോ അസിസ്റ്റൻറ്റ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ കിഡ്സ് മോഡ്, പിന്നെ ഫേസ് അൺലോക്ക് സപ്പോർട്ടഡ് ആണ്, അത് നല്ലൊരു ഫീച്ചറാണ്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇതിനകത്തില്ല, പക്ഷേ ഫേസ് അൺലോക്ക് ഉണ്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് അൺലോക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ തീംസ് ആൻഡ് ഇതുണ്ട്, ഓപ്ഷൻ ലോക്ക് സ്ക്രീൻ ഓപ്ഷൻ കസ്റ്റമൈസേഷൻ ഉണ്ട്. പിന്നെ എപ്പോഴത്തെ പോലെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് ബണ്ടിൽഡ് ആപ്സ് ഉണ്ട്. പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് അധികം ഇല്ല, എന്നാലും കുറച്ചുണ്ട് ഒബ്വിയസ്ലി. അപ്പോൾ അത് എല്ലാ ഇൻഫിനിക്സ് സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞു തുടങ്ങി ആക്ച്വലി. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ. അപ്പോൾ ഇതൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ്, അപ്പോൾ നമുക്ക് അത്രയും ഒരു പെർഫോമൻസ് ഒക്കെ ഇതിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ബേസിക് UI എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഡിസൈനൊക്കെ പറഞ്ഞു. നമുക്ക് ക്യാമറ നോക്കാം. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. ഇവിടെ AI ക്യാമ, ബ്യൂട്ടി മോഡ്, അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പോർട്രേറ്റ് മോഡ് ഉണ്ട്. അതേപോലെ നമുക്ക് ബാക്കി എന്തൊക്കെ മോഡ്സ് നോക്കാം. AI ക്യാമ, വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് നോക്കാം. 1080p റെസൊല്യൂഷൻ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. ഫുൾ HD സപ്പോർട്ട് ഉണ്ട്. പിന്നെ 5 MP സെൽഫി ക്യാമറയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കണ്ടേക്കാം. വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും വെക്കേണ്ട, ഒരു ആവറേജ് പെർഫോമൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. ഡെഫിനറ്റ്ലി 8 MP പ്ലസ് 5 MP ഒരു എൻട്രി ലെവൽ സെഗ്മെൻറ്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിനെ നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. എങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു പ്രൈസ് കാറ്റഗറിയിലുള്ള ഒരു പെർഫോമൻസ് ഒക്കെ നമുക്ക് ഇതൊന്നും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അപ്പോൾ നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ്, പ്രത്യേകിച്ച് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം അത്ര വലിയൊരു പവർഫുൾ പ്രോസസ്സറോ അല്ലെങ്കിൽ വലിയൊരു ഹൈ പെർഫോമിംഗ് ഡിവൈസ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സെക്കൻഡറി സ്മാർട്ട് ഫോണൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഡിവൈസാണ്. 2GB റാമാണ്, പക്ഷേ നമുക്ക് എക്സ്റ്റെൻഡബിൾ റാം ഫീച്ചർ ഉണ്ട്. പിന്നെ ഹീലിയോ A22 ക്വാഡ് കോർ പ്രോസസ്സറാണ് പവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു എൻട്രി ലെവൽ ഡിവൈസിന് വേണ്ട ഒരു ഫീച്ചേഴ്സൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സിൻ്റെ പുതിയ സ്മാർട്ട് 6 HD എന്ന് പറയുന്ന ഡിവൈസ്. അപ്പോൾ ഓവറോൾ ഈ വിലയ്ക്ക് എന്ത് തോന്നുന്നു? 6799 രൂപയാണ്. വളരെ എൻട്രി ലെവൽ, അതായത് നമുക്കൊരു സെക്കൻഡറി സ്മാർട്ട് ഫോണായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫീച്ചർ ഫോണിൽ നിന്ന് സ്മാർട്ട് ഫോണിലേക്ക് നമ്മൾ മാറുമ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ്, വളരെ ബേസിക് UI ആണ്, ആൻഡ്രോയിഡ് ഗോ എഡിഷനാണ്. അപ്പോൾ കുറച്ചും കൂടെ ലെസർ മെമ്മറി ഫുട് പ്രിൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. ഇതിൽ 2-3 കാര്യങ്ങൾ നല്ലതുണ്ട്. ഒന്ന് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ, sRGB കളർ ഗ്യാമത്ത് നല്ലതാണ്. അതേപോലെ പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്, 500 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്, 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 11 ഗോ എഡിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ബ്ലൂ കളർ നല്ലൊരു രസമുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട, കാരണം ഹീലിയോ A22 വളരെ ഒരു ബേസിക് എൻട്രി ലെവൽ ക്വാഡ് കോർ പ്രോസസ്സറാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് ഇവിടെയും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇൻഫിനിക്സ് സ്മാർട്ട് 6 HDൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.